അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മളൊരു പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ ഈ പ്രാർത്ഥന വളരെയധികം ഫലവത്താണ് കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നിറവേറ്റി തരും കേട്ടോ. അപ്പോൾ ആ ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള എല്ലാവരും ചൊല്ലുന്ന ഒരു ദുആയാണല്ലേ ഇത്. അപ്പോൾ ഈ ദുആ നബി യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആയാണ് കേട്ടോ. മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. അതിൻ്റെ അർത്ഥം കേട്ടോ ഇനി പറയണത്, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റൊരു ദൈവവുമില്ല, നീ പരിശുദ്ധനാകുന്നു, തീർച്ചയായും ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ടവനാണ്. ഈ ദുആ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പ്രയാസത്തിലായാലും അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. സ്വന്തം തെറ്റുകൾ സമ്മതിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തീർച്ചയായും നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ ദുആ മനഃപ്പാഠമാക്കി ദിവസവും ഓതാൻ, ദിവസവും പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. കാരണം നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണല്ലോ, ഒരുപാട് മുറാദുകളുള്ളവരാണല്ലോ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഈ പ്രാർത്ഥന വളരെയധികം എഫക്റ്റീവാണ് കേട്ടോ. ഇത് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്കും ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ദുആ ചെയ്തിട്ട് ഫലം കിട്ടിയത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഈ ദുആ സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ 313 പ്രാവശ്യം ഓതി ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിനുള്ള എന്താണോ മാർഗം, അതിനുള്ള എളുപ്പവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എത്ര വലിയ പ്രയാസത്തിലായാലും ബുദ്ധിമുട്ടിലായാലും ഇടങ്ങേറാണെങ്കിലും നീ എന്തെങ്കിലും ആഗ്രഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ട് അതിൽ വിജയിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതിയിട്ട് നമ്മൾ അള്ളാഹു എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ അതിലൊന്നും, കാരണം നമ്മൾ കുറേ വട്ടം പരീക്ഷ എഴുതിയിട്ട് നമ്മൾ പറയും ഇനി എനിക്ക് വയ്യ ഈ പരീക്ഷ എഴുതാൻ, എന്താ അത് ഞാൻ കുറേ വട്ടമായാലും എഴുതണമെന്ന് നമ്മൾ മാറ്റി വെക്കാതെ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. സ്വന്തം തെറ്റുകൾ സമ്മതിച്ച് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.